നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനായി ഞാൻ അവസാനമായി ഒരു ട്രെയിലർ കാണിക്കാൻ പോവാ. എന്റെ ഡിമാൻഡ് നീ തീർച്ചയായിട്ടും സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ സൺ സിറ്റിയിൽ ഏതൊരു പ്ലെയിനും എങ്ങനെയാ ലാൻഡ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സ്കൈയുടെ കിങ് ആണ് ഈ ഹവായി രാജ. ടോൾ ചാർജസ് തരാത്തവരെ ഞാൻ എടുത്തിട്ട് പന്താടും. ഹവായ് രാജ റേഡർ സിസ്റ്റത്തിന്റെ ആന്റിന നശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സൺസിറ്റിയിൽ ലാൻഡ് ആകുന്ന പ്ലെയിനിന് ATCയുമായി കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ആ പ്ലെയിൻസ് ആകാശത്ത് ഒന്നോടൊന്ന് കൂട്ടിയിടിക്കാനും സാധ്യതയുണ്ട്. ഫോർമുല നമ്പർ 55 അപ്ലൈ ചെയ്യൂ. വേഗം നിന്നെ ഈ പുതിയ എയർപോർട്ട് വളരെ വലുതായി അടിപൊളിയായിട്ടുണ്ട്. അതെ, ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ അമേസിംഗ്. അമേസിംഗിനെക്കാളും ഒരുപാട് അമേസിംഗ്. സൂപ്പർ ഡൂപ്പർ അമേസിംഗ്. എന്നാ പിന്നെ ഞാനൊരു അമേസിംഗ് ക്യാൻഡി കഴിച്ചോട്ടെ. ഒരു കാര്യം അറിയോ, ഈ പുതിയ എയർപോർട്ട് നിർമ്മിച്ചത് കാരണം സൺ സിറ്റിക്കും മറ്റുള്ള സിറ്റികൾക്കും നടുവിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൂറിസവും കിട്ടും. അതുപോലെ നമ്മുടെ സൺ സിറ്റിക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകളും കിട്ടും. അത് വളരെ ശരിയാണ് മേയർ അങ്കിൾ. ഇത്ര വലിയ എയർപോർട്ട് കാരണം സൺ സിറ്റിയുടെ പേര് ഭയങ്കര ഫേമസ് ആവും. അയ്യോ മേയറെ, നമ്മൾ ഈ റെഡ് കളർ ഫ്ലാഗും പിടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? ബുള്ളിനാണോ? അല്ലല്ല, എയറോപ്ലെയിനിൽ വെയിറ്റ് ചെയ്യാണ്. ഞാൻ സൺ സിറ്റിയുടെ മേയർ ആയതുകൊണ്ട് ഈ പുതിയ എയർപോർട്ടിൽ നിന്നും പറക്കാൻ പോകുന്ന ആദ്യത്തെ ഫ്ലൈറ്റിന് ഞാൻ ഈ റെഡ് ഫ്ലാഗ് കാണിച്ചുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാൻ സിഗ്നൽ കൊടുക്കാൻ പോവുകയാ. അത് കണ്ടോ, അവര് വന്നു. ആരാ വന്നത്? എയറോപ്ലെയിനോ? അല്ലെന്നേ, ചട്പട്ടങ്ങളുടെ എക്സ്പ്രസ് മെയില്. കിണറ്റിൽ നിന്നെടുത്ത് ചാടിയ തവള വീണ്ടും കിണറ്റിലേക്ക് വീണു. ടോണി ബോസ് ഫുട്ബോളിനെ പോലെ ഉരുണ്ടുരുണ്ട് കളിക്കുകയാണ്. ഏതെങ്കിലും ഒരു മൃഗത്തെ വിരട്ടി ഓടിക്കാൻ ഉണ്ടാക്കുന്ന ശബ്ദത്തിനാണ് ഹഠാട്ട് എന്ന് പറയുന്നത്. അറ്റാക്ക് നടക്കുന്നതിന് മുമ്പ് തടഞ്ഞു നിർത്തണം. അവനെയാണ് ഡിറ്റക്ടീവ് ചട്ട്പട്ട് എന്ന് പറയുന്നത്. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്നാ. ഇന്നിവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടെയുള്ള ആരും പേടിക്കേണ്ട കാര്യം ഇല്ലെന്നേ. ഡിറ്റക്ടീവ് ജഡ്ബട്ട് സാർ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അത് പറഞ്ഞു ശരിയാക്കി. കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളപ്പോ നമ്മൾ ഒരു ഡേഞ്ചറിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പ്രശ്നം കൊണ്ട് ഗോൾ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട മേയർ അങ്കിൾ. ഞാനും സൂപ്പർ സ്പീഡോയും ഉള്ളപ്പോ സൺസിറ്റിയെ ചിലർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ടോ അങ്ങോട്ട് നോക്ക്. എങ്ങോട്ടാ? ആരാ അറ്റാക്ക്? അയ്യോ അതല്ല അങ്കിൾ, ഇപ്രാവശ്യം വന്നത് എയറോപ്ലെയിൻ ആണ്. എയറോപ്ലെയിന് ഫ്ലാഗ് കാണിച്ച് ലാൻഡ് ചെയ്യിപ്പിക്ക്. അതിനുള്ളിൽ ഞാൻ എന്റെ വിശപ്പിന് സാൻഡ്വിച്ച് കാണിച്ച് ടേക്ക് ഓഫ് ചെയ്തേക്കാം. ഈ എയറോപ്ലെയിൻ ഇങ്ങനെ ഫ്ലാഗ് വെച്ച് സിഗ്നൽ കാണിക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയാമോ? ക്ലൈമറ്റ് വളരെ ക്ലിയർ ആണല്ലോ. പിന്നെ ഈ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് എവിടുന്നാ വന്നത്? കാറ്റിന്റെ രാജാവായ കഴുകന്റെ ചെറുകിൽ നിന്നാണ്. കൈയുടെ കിങ് ആണ് ഹവായി രാജ. എന്നെ എതിർക്കുന്നവരെ ഞാൻ എടുത്തിട്ടങ്ങ് പന്താടിക്കളയും. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഈ ഹവായി രാജയ്ക്ക് തന്റെ ഹവായി ടോൾ ആവശ്യമാണ്. ഈ ആകാശത്തിലെ ഹവായി ഇലാക്ക എന്റേതാണ്. അതുകൊണ്ട് ഈ പുതിയ എയർപോർട്ടിൽ നിന്നും പറക്കുന്ന ഓരോ പ്ലെയിനും ഹവായി ടോൾ പേ ചെയ്യണം. ഒരുപക്ഷെ ഞാൻ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് എതിർത്ത് നോക്ക്. സ്കൈയുടെ കിങ് ആണ് ഈ ഹവായി രാജ. ടോൾ തരാത്തവരെ ഞാൻ എടുത്തിട്ട് പന്താടിക്കളയും. ആരെങ്കിലും എന്റെ വാക്കിനെ നിഷേധിച്ചാൽ അപ്പൊ അവരെന്റെ ലേസർ അറ്റാക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കൈയുടെ കിങ് ആണ് ഹവായി രാജ. ടോൾ തരാത്തവനെ എടുത്തിട്ട് അങ്ങ് പന്താണ് ഞാൻ. പ്ലെയിനിന്റെ കൂടെ ഒരു വലിയ പക്ഷി പറക്കുന്നുണ്ടല്ലോ, അതേതാ? R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ പ്ലെയിനിന് എന്തോ അപകടമുണ്ട്. എനിക്കിപ്പോ ആ പ്ലെയിനിനടുത്തേക്ക് പോകാൻ വേണ്ടി സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂന്നാ തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
വേഗം ചെല്ല്. ആ പ്ലെയിനിന്റെ അടുത്തേക്ക് ചെല്ലാൻ ഫോർമുല നമ്പർ 99 അപ്ലൈ ചെയ്യ്. ഓക്കെ കിക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 99. ഇതിപ്പോ ലെഫ്റ്റ് സൈഡിലേക്കാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഇപ്പൊ തന്നെ ഇതിനെ ബാലൻസ് ചെയ്യാം. ആ ഇപ്പൊ ശരിയായി. പ്ലെയിൻ താഴെ ചെന്ന് വീണാൽ അത് ശരിക്ക് ചെന്ന് വീഴണ്ടേ? സ്കൈയുടെ കിങ് ആണ് ഹവായി രാജ. ആരെങ്കിലും ടോൾ തന്നില്ലെങ്കിൽ അവരെ ഞാൻ എടുത്തിട്ട് പന്താടും. സൂപ്പർ സ്പീഡോ, പ്ലെയിനിന്റെ വിങ്സ് കട്ടായിരിക്കുക. അത് ഏത് സമയത്തും ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പ്ലെയിനകത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫോർമുല നമ്പർ 666 അപ്ലൈ ചെയ്യ്. യെസ് ബ്രോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 666. കിക്കോ, ഈ പ്ലെയിനിന്റെ വെയിറ്റ് ഒരുപാട് അങ്ങ് കൂടുതലാണ്. എനിക്ക് ഒരുപാട് നേരത്തേക്കൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. കുറച്ചു സമയത്തിനുള്ളിൽ അതിന്റെ കൈവിട്ട് പോകുമെന്നാണ് തോന്നുന്നത്. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, എത്രയും വേഗം ആ നദിയുടെ അടുത്തേക്ക് ചെല്ല്. സൂപ്പർ സ്പീഡോ, പ്ലെയിൻ ഏത് നേരത്തും താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, നിന്റെ ആംസിനെ സ്വിംഗ് ചെയ്ത് പ്ലെയിൻ ആ നദിയിലേക്ക് വലിച്ചെറിയേ. പക്ഷേ ആ പ്ലെയിൻ നദിയിൽ വീഴുമ്പോൾ തകർന്നു പോയാലോ? ഹൈറ്റ് കുറവായതുകൊണ്ട് തകരാൻ ചാൻസസ് ഇല്ല. പ്ലെയിനിനെ ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ എറിയുകയാണെങ്കിൽ മുങ്ങാൻ ചാൻസ് ഇല്ല. അത് വെള്ളത്തിന്റെ മേളിൽ പൊങ്ങിക്കിടക്കും. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 634. ഓൾറൈറ്റ് കിക്കോ, ഫോർമുല 634 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പ്ലെയിനിനെ എത്ര ഫോഴ്സ് ആൻഡ് ഹൈറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ അത് സേഫ് ആയിട്ട് ചെന്ന് നദിയിൽ ലാൻഡ് ആവുമെന്ന് നോക്കണം. അവരെ എല്ലാവരെയും റെസ്ക്യൂ ടീം സേഫ് ആയിട്ട് കൊണ്ടുപോകും. ശരി വാ, നമുക്ക് തിരിച്ച് എയർപോർട്ടിൽ ചെന്ന് നോക്കാം. വേറെന്തെങ്കിലും അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടോന്ന്. ശരിയാണ് പറഞ്ഞത് കിക്കോ, ലെറ്റ്സ് ഗോ. മമ്മി, ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്. ഇങ്ങനെ ചെയ്തത് ഏത് പക്ഷിയായിരിക്കും? എന്തിനാ ഇങ്ങനെ പറക്കുന്ന പ്ലെയിനിനെ ക്രാഷ് ചെയ്യിപ്പിച്ചത്? പെട്ടെന്ന് ഈ കൊടുങ്കാറ്റ് എവിടുന്നാ വന്നത്? കൊടുങ്കാറ്റിന് കാരണം ഞാനാണ്. ഈ ഹവായി രാജയെ വെൽക്കം ചെയ്യ്. സ്കൈയുടെ കിങ് ആണ് ഹവായി രാജ. ടോൾ തരാത്തവരെ ഞാൻ എടുത്തിട്ട് അങ്ങ് പന്താടും. എന്റെ ദൈവമേ, ഇത്രയും വലിയ വിങ്സോ! ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. മമ്മി, നീ ആരാണ്? നിനക്കിപ്പോ എന്താണ് വേണ്ടത്? പരന്ന് വിരിഞ്ഞു കിടക്കുന്ന ഈ ആകാശത്തിന്റെ രാജാവ് ഞാനാണ്, ഹവായി രാജ. ഈ എയർപോർട്ടിൽ നിന്നും പറന്നു പോകുന്ന ഓരോ പ്ലെയിനിനും നിങ്ങൾ എനിക്ക് ടോൾ ചാർജസ് പേ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ഒരു പ്ലെയിനിന്റെ വിങ് ആണ് ഇപ്പൊ കട്ട് ചെയ്ത് താഴേക്ക് പറഞ്ഞു വിട്ടത്. ഞാൻ പിന്നെ മൂഡ് ഔട്ട് ആയാലുണ്ടല്ലോ, ഒരു പ്ലെയിനിനെയും വിട്ടുവെക്കില്ലേ ഞാൻ. ദേ നോക്കൂ മിസ്റ്റർ, നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ റോങ് ആണ്. റോങ്ങിനെക്കാളും വളരെ വലിയ റോങ്. വെരി വെരി റോങ്. ഇന്ത്യ ബോർഡ് ഉണ്ട് പക്രു. എന്നെ പോലെ ഒരു കിങ് കോങ്ങിന്റെ മുൻപിൽ നീ റൈറ്റ് ആൻഡ് റോങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു. കൈയുടെ കിങ് ആണ് ഈ ഹവായി രാജ. ടോൾ ചാർജസ് തരാത്തവരെ ഞാൻ എടുത്തിട്ട് പന്താടും. കിക്കോ, അവന്റെ ലേസർ ബീം ഭയങ്കര പവർഫുൾ ആണ്. സൂപ്പർ സ്പീഡോ, നമുക്ക് ആ ഹവായി രാജയെ ഇവിടുന്ന് വേറെ എവിടോട്ടെങ്കിലും കൊണ്ടുപോകണം. ഭയങ്കര സ്പീഡാണല്ലേ? അപ്പൊ ഇവന്മാർക്ക് ഞാൻ എന്റെ അൾട്രാ സ്പീഡ് കാണിച്ചേ പറ്റൂ. കൈന്റെ കിങ് ആണ് ഹവായി രാജ. ടോൾ ചാർജസ് തരാത്തവനെ ഞാൻ എടുത്തിട്ട് പാന്താടും. കിക്കോ, ഹവായി രാജയുടെ സ്പീഡ് അതിഭയങ്കരമാണ്. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സൂപ്പർ സ്പീഡോ, ലേസർ ബീം വെച്ച് നിനക്കും പറക്കാൻ പറ്റും. ഫോർമുല നമ്പർ 75 അപ്ലൈ ചെയ്യ്. ഓക്കെ ഡ്യൂഡ്, അപ്ലൈയിങ് നമ്പർ 75.
എന്നോടാണല്ലേ നിന്റെ കളി? എന്റെ ലേസർ ബീമിന് മുൻപിൽ നീ എത്ര നേരം നിൽക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സ്കൈയുടെ കിങ് ആണ് ഈ ഹവായി രാജ. ടോൾ ചാർജസ് തരാത്തവരെ ഞാൻ എടുത്തിട്ട് പന്താണ്. കിക്കോ, ഹവായി രാജയുടെ ലേസർ ബീമിന് മുമ്പിൽ എന്റെ ലേസർ ബീം വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാണിച്ചു തരാം, എല്ലാം ഞാൻ തകർക്കും. സ്കൈയുടെ കിങ് ആണ് ഈ ഹവായി രാജ. ടോൾ ചാർജസ് തരാത്തവരെ ഞാൻ എടുത്തിട്ട് പന്താണ്. എങ്ങനെയുണ്ട്? ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? ഹവായി രാജയോട് ഏറ്റുമുട്ടിയാൽ എന്താവുന്ന് മനസ്സിലായില്ലേ? മേയർ, നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനായി ഞാൻ അവസാനമായി ഒരു ട്രെയിലർ കാണിക്കാൻ പോവാ. എന്റെ ഡിമാൻഡ് നീ തീർച്ചയായിട്ടും സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ സൺ സിറ്റിയിൽ ഏതൊരു പ്ലെയിനും എങ്ങനെയാ ലാൻഡ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സ്കൈയുടെ കിങ് ആണ് ഈ ഹവായി രാജ. ടോൾ ചാർജസ് തരാത്തവരെ ഞാൻ എടുത്തിട്ട് പന്താണ്. ഹവായ് രാജ റേഡർ സിസ്റ്റത്തിന്റെ ആന്റിന നശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സൺസിറ്റിയിൽ ലാൻഡ് ആകുന്ന പ്ലെയിനിന് ATCയുമായി കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ആ പ്ലെയിൻസ് ആകാശത്ത് ഒന്നോടൊന്ന് കൂട്ടിയിടിക്കാനും സാധ്യതയുണ്ട്. ഫോർമുല നമ്പർ 55 അപ്ലൈ ചെയ്യൂ. വേഗം നിന്നെ റിപ്പയർ ചെയ്തോ. Okay, Kiko. I am all okay, bro. Let's go. ഹലോ ഹലോ ATCയുമായി ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഹലോ ATC, ഞങ്ങളുടെ പൊസിഷൻ പറയൂ. ഞങ്ങൾക്കൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. സൂപ്പർ സ്പീഡോ, അങ്ങോട്ട് നോക്ക്. രണ്ട് പ്ലെയിനും തമ്മിൽ കൂട്ടിയിടിക്കുന്ന തോന്നുന്നേ. ഫോർമുല നമ്പർ 167 അപ്ലൈ ചെയ്യ്. Okay, dude. Initiating formula 167. ബഡി, എല്ലാ പ്ലെയിനിനെയും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫോർമുല നമ്പർ 333 അപ്ലൈ ചെയ്യ്. Great idea, Kiko. Initiating formula 333. ഞാൻ എല്ലാ പൈലറ്റിനെ കോണ്ടാക്ട് ചെയ്ത് യെല്ലോ കളർ ലൈറ്റ് ഫോളോ ചെയ്ത് ലാൻഡ് ചെയ്യാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി 1 by 1 സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്നതായിരിക്കും. കീക്കു, ഇപ്രാവശ്യം ഞാൻ വളരെ തിക്ക് കോട്ടിംഗ് കൊണ്ട് റാപ്പ് ചെയ്തേക്കാം. കലക്കി. അപ്പൊ ഹവായ് രാജയുടെ ലേസർ ബീംസ് നിന്നെ ഒരിക്കലും ബാധിക്കില്ലല്ലോ അല്ലേ? ബാധിക്കും, പക്ഷെ അത്ര പെട്ടെന്നൊന്നും എനിക്കൊന്നും സംഭവിക്കില്ല. എന്നെ ആക്രമിക്കണമെങ്കിൽ ലേസർ ബീം ആദ്യം എന്റെ കോട്ടിംഗ് കട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ അതിനു മുൻപ് നമുക്ക് അവനെ മടക്കി പിടിക്കാം. ശരിയാണ് പറഞ്ഞത് സൂപ്പർ സ്പീഡോ. ഇനി അവൻ ഇങ്ങോട്ട് വരട്ടെ. ഹവായ് രാജ ഇനി തിരിച്ചു വരാനുള്ള ചാൻസസ് ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ നില്ലാണ്. പക്ഷെ അതെന്താ? കാരണം മേയർ അങ്കിള് പേടിച്ചു പോയിട്ട് ഹവായ് രാജയ്ക്ക് ഇന്ന് ആവശ്യമുള്ള ഹവായ് ടൂൾ എല്ലാം പേ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അവൻ നാളെ വരത്തുള്ളൂ നാളത്തേക്കുള്ള ഹവായ് ടൂൾ മേടിക്കാനായിട്ട്. മേയർ അങ്കിൾ, നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്? അതൊക്കെ ഞാൻ നമ്മുടെ സൺസിറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. ഒരു പക്ഷേ ഞാൻ ഹവായ് രാജയ്ക്ക് ടോൾ കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മുടെ എയർപോർട്ട് അടച്ചു പൂട്ടിക്കളയുമെന്നാണ് പറഞ്ഞത്. പിന്നെ ലോകമെമ്പാടും സൺസിറ്റിയുടെ പേര് നശിച്ചു പോകും. ഹവായ് രാജ ഇങ്ങനെ ടൂൾ ചാർജ് ചെയ്യുന്നത് വലിയ തെറ്റാണ്. മേയറങ്കിൾ അവന് ചാർജ് ചെയ്യാൻ ടൂൾ കൊടുത്തതും തെറ്റാണ്. റോങ് ഒരിക്കലും റൈറ്റിനെ ജയിക്കാൻ പറ്റില്ല. ബിക്കോസ് വി ഫൈറ്റ് ഫോർ റൈറ്റ്. സോറി കിക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. അത് പിന്നെ ഞാൻ പേടിച്ച് വിറച്ചത് കൊണ്ട് ഹവായ് രാജയ്ക്ക് ആ കാശ് കൊണ്ടുപോയി കൊടുത്തുപോയി. പക്ഷെ നാളെ ഞാൻ അവന് ഒരു പൈസ പോലും കൊടുക്കില്ല. അല്ല മേയർ അങ്കിൾ, നാളെയും നിങ്ങൾ അവന് പൈസ കൊടുത്തേക്കോ. എന്ന് വെച്ചാൽ റോങ്ങിന് മുമ്പിൽ റൈറ്റ് തോറ്റൊന്ന് സമ്മതിക്കുകയാണോ? അല്ല ട്വിങ്കിൾ, ഇതൊരു ട്രാപ്പ് ആണ്. ഹവായ് രാജ ആകാശത്തിൽ വളരെ സ്ട്രോങ് ആണ്. പക്ഷെ എപ്പോഴെങ്കിലും അവൻ താഴേക്ക് വന്നല്ലേ പറ്റൂ. കാരണം പറക്കുന്ന ഓരോ പക്ഷിയും ഭൂമിക്ക് ഇറങ്ങി വന്നേ പറ്റൂ. ഹവായ് രാജ കയ്യിൽ കെട്ടിയ ടോൾ പൈസയുമായി വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അവനെ ഫോളോ ചെയ്തിട്ട് അവന്റെ വീടുള്ള സ്ഥലം കണ്ടെത്താം. എന്നിട്ട് ഇന്നത്തെ പൈസയും ചേർത്ത് നമുക്ക് കൊണ്ടുവരാം. നീ പറഞ്ഞത് ശരിയാണ് സൂപ്പർ സ്പീഡോ. പക്ഷെ ഹവായ് രാജയുടെ സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അവനെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുല നമ്പർ 222 അപ്ലൈ ചെയ്യണം. ഞാൻ ഒരുപാട് പേടിച്ചു പോയിട്ട് വിശപ്പ് ഒരുപാട് കൂടിയിരിക്കുക. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഏയ്, പേടിക്കണ്ട. ഒരു കാര്യം അറിയോ, ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു ഹവായ് രാജയെ തറയിൽ കൊണ്ടുവന്നിട്ട് ഈ എടുത്തിട്ട് അങ്ങ് പെരുമാറി കളഞ്ഞില്ലേ. അവൻ പിന്നെ ഹവായ് രാജയിൽ നിന്നും ബാൻഡ് മ്യൂസിക് രാജയായി മാറി.
ദേ കണ്ടോ, ഹവായ് രാജ വരുന്നുണ്ട്. സൂപ്പർ സ്പീഡോ, നീ എത്രയും വേഗം ഫോർമുല നമ്പർ 222 അപ്ലൈ ചെയ്തിട്ട് നിന്റെ സൈസ് ഒന്ന് ചെറുതാക്കി മാറ്റ്. എന്നിട്ട് കാശ് വെച്ചിരിക്കുന്ന ബാഗിനകത്ത് കയറിയിരിക്കെ. പിന്നെ ഹവായ് രാജ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോയാലും ഞാൻ R7 വഴി നിന്നെ ട്രേസ് ചെയ്തിട്ട് ഞാൻ ഫോളോ ചെയ്ത് വന്നോണ്ടിരിക്കും. ബ്രില്യന്റ് ഐഡിയ കീക്കോ, പക്ഷെ ഒരല്പം സൂക്ഷിക്കണം. വെരി ഗുഡ് മേയർ. ഇതുപോലെ ദിവസവും എനിക്ക് ടോൾ തന്നുകൊണ്ടിരിക്കെ. എന്നിട്ട് ഈ എയർപോർട്ടിൽ നിന്നും ഓരോ പ്ലെയിനും പറക്കട്ടെ. സ്കൈയുടെ കിങ് ആണ് ഈ ഹവായ് രാജ. ടോൾ തരാത്തവരെ ഞാൻ എടുത്തിട്ട് പന്താടും. ഇക്കാലത്ത് കൊള്ളയടിക്കാൻ പോലും വളരെ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വെച്ചിരിക്കുന്നു. ഓ, കഴിക്കാൻ ആഹാരം ഒന്നുമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ രണ്ടാളും ഈ ബാഗ്സിനെ പ്രൊട്ടക്ട് ചെയ്യേ. ഞാൻ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഹലോ, ഹൗ ആർ യു? നൈസ് ടു മീറ്റ് യു. ബൈ ബൈ. ഇപ്പോഴെനിക്ക് മനസ്സിലായി, ഇത് റോബോട്ടിക് ഈഗിളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ശക്തി. ഹലോ ബഡി, ഞാൻ R7ന്റെ ലൈറ്റ് ഫോളോ ചെയ്തു വരുന്നുണ്ട്. ഏതാണ്ട് നിന്റെ അടുത്തെത്തി കഴിഞ്ഞു. വേഗം വാക്കിക്കോ. ഇവിടെയുള്ള 2 റോബോട്ടിക് ഈഗിൾസ് എന്നെ ഒരു വഴിയാക്കുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 88. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 125. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 125. വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. സൺസിറ്റിയുടെ കാശും എടുത്തോണ്ട് നമുക്ക് തിരിച്ചു പോയേക്കാം. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ ഈഗിൾസിനെ എന്താ ചെയ്തത്? അവരുടെ കഥ തീർന്നു. അവരെ നിരന്തരമായിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിട്ടു. അതുപോലെ നിനക്കും സംഭവിക്കരുതെന്ന് നീ കരുതിയാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് വിട്ടേക്കൂ. എന്റെ 2 റോബോട്ടിക് ഈഗിൾസിനെ നശിപ്പിച്ചിട്ട് വലിയ സിംഹമാണെന്നോ മനസ്സിലെ വിചാരം? സിംഹമായിരിക്കുന്ന നിന്നെ ഞാൻ എലിയാക്കി മാറ്റി കാണിച്ചു തരാം. ഏതായാലും എന്റെ ബോഡിയിൽ ഞാൻ തിക്ക് കോട്ടിംഗ് കൊടുത്തത് വളരെ നന്നായി. അല്ലെങ്കിൽ ആ ലേസർ ബീം എന്നെ 2 കഷ്ണമാക്കുമായിരുന്നു. പക്ഷെ സൂപ്പർ സ്പീഡോ, നിന്റെ ഈ കോട്ടിംഗ് ഒരുപാട് നേരത്തേക്കൊന്നും ഇതുപോലെ നിൽക്കില്ല. കോട്ടിംഗ് തകരുന്നതിന് മുമ്പ് ഹവായ് രാജയുടെ കാര്യം തീർക്കണം.
നിങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിൽ നിന്നും പൈസ അടിച്ചു മാറ്റിയല്ലേ? നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷ ടോട്ടൽ സൺ സിറ്റിയും അനുഭവിക്കാൻ പോവുകയാണ്. സ്കൈയുടെ കിങ് ആണ് ഈ ഹവായ് രാജ. ടോൾ തരാത്തവരെ ഞാൻ എടുത്തിട്ട് പന്താടും. സൺ സിറ്റിയിൽ നിന്ന് ഇനി ആർക്കും പറക്കാൻ പറ്റില്ല. ട്രെയിൻ വഴിയോ റോഡ് വഴിയോ പോലും ഇനി ആർക്കും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരുപാട് നേരത്തേക്ക് എന്നെ ഇങ്ങനെ തളച്ചിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണോ? സൂപ്പർ സ്പീഡോ, ഹവായ് രാജ എസ്കേപ്പ് ആവുന്നതിന് മുമ്പ് ഫോർമുല നമ്പർ 876 അപ്ലൈ ചെയ്യേ. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. ഫോർമുല 867 അപ്ലൈ ചെയ്തിട്ട് ഹവായ് രാജയെ ഞാൻ സിമന്റ് ഇട്ട് അങ്ങ് മൂടിയേക്കാം. അവൻ അതെല്ലാം തകർത്ത് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ആ സിമന്റ് മൊത്തവും അവന്റെ മേളിൽ ഒട്ടി നിൽക്കും. ഹവായ് രാജ ടോട്ടലി അതിനകത്ത് കുടുങ്ങിപ്പോകും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 67 അപ്ലൈ ചെയ്തിട്ട് എന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ല്. എങ്കിലും അവൻ രക്ഷപ്പെടാതെ തടയാൻ പറ്റൂ. ഇനി ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. എന്റെ ലേസർ എക്യുപ്മെന്റും പിന്നെ ചിറകുകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഒരുപാട് ചാടിക്കളിച്ച് മീനിനെടുത്ത് തവയിലിട്ട് പൊരിച്ച് കഴിക്കേണ്ട സമയമാണിത്. ആര് പറഞ്ഞതിന്റെ അർത്ഥം? യു ആർ അണ്ടർ അറസ്റ്റ്. റോപ്പ്മാന്റെ കയറ് ആരെയും വിട്ടേക്കില്ല. വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. യോയോ റോപ്പ്മാന്റെ കയ്യിൽ ചെന്ന് പെടാതെ നമ്മൾ തടയണം. ഇനി ഞാൻ എന്റെ ഈ ഫിലിം ഷൂട്ടിംഗ് ഡ്രാമയൊക്കെ ഒന്ന് നിർത്തിയിട്ട് ബോസിന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഞാൻ സൂപ്പർ സ്പീഡോയെ തട്ടിത്തെറിപ്പിച്ച് ചിന്ന ഭിന്നമാക്കും. ഡോക്ടർ ഖുറാന അങ്കിൾ, നിങ്ങളുടെ ഏത് തരം ഇൻവെൻഷൻ കാണിക്കാനാ ഞങ്ങളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? രണ്ട് വാക്കിൽ പറയണമെങ്കിൽ യോയോ. കലക്കെ അങ്കിൾ, ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി നിങ്ങൾ യോയോ റെഡിയാക്കിയിരിക്കണോ? താങ്ക് യു. അല്ലല്ല ടോണി, ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനമല്ല. എന്താ പറ്റിയത് സാറേ? നിങ്ങൾ ചെന്ന് ആരെങ്കിലും ഇടിച്ചാൽ അവര് തെറിച്ചു പോകും. പക്ഷെ ഇന്ന് ടോണി നിങ്ങളെ ക്ലീൻ ബൗൾഡാക്കി കളഞ്ഞല്ലോ. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. മോനെ ടോണി, അത് നീ വിചാരിക്കുന്ന പോലെ ടോയ് ഒന്നുമല്ല. അത് ഭയങ്കര ശക്തിയുള്ള ഒരു വെപ്പണാണ്. കളപ്പൂച്ചയുടെ പേര് ടിൻറ്റു ആണ്. ഞങ്ങളുടെ ടോണി ബോസിന്റെ പേര് മരമണ്ടനാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. പക്ഷെ അങ്കിൾ, ഈ ചെറിയ യോയോ എങ്ങനെയാ ഇത്രയ്ക്ക് പവർഫുൾ ആകുന്നത്? ഇപ്പൊ ഞാനത് കാണിച്ചു തരാം കേക്കോ. ഒരല്പം മാറി നിൽക്ക. എന്റെ അമ്മച്ചി, എത്ര വലിയ ഓളം അവിടെ ഉണ്ടായിരിക്കുന്ന. ഞാനൊരു അല്പം കഴിച്ചോട്ടെ.
കണ്ടോ എന്റെ ഈ യോയോ ചെന്ന് തട്ടിയതും ഏത് സാധനമായാലും അത് ചിന്ന ഭിന്നമായി ചിതറിപ്പോകും. ഡോക്ടർ ഖുറാന അങ്കിൾ, നിങ്ങൾ കണ്ടുപിടിച്ച ഈ യോയോയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഡിസ്ട്രക്റ്റീവ്. ആഹാ, ഡിസ്ട്രക്റ്റീവിനെക്കാളും ഒരുപാട് ഡിസ്ട്രക്റ്റീവ് ആണ്. വെരി വെരി ഡിസ്ട്രക്റ്റീവ്. ഈ കൊച്ചു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? വിശപ്പിനെ ഡിസ്ട്രോയ് ചെയ്തേക്കാം. ഈ ഡിവൈസ് ശരിക്കും ഡിസ്ട്രക്റ്റീവ് തന്നെയാണ്, പക്ഷെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റീവ് മെത്തേഡിൽ ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, നമുക്ക് ഈ യോയോ ഉപയോഗിച്ച് ഒരുപാട് ദൂരെ പോയി നിന്നിട്ട് മലശിഖരങ്ങൾക്കുള്ളിൽ വളരെ റിലാക്സ് ആയിട്ട് ടണൽസ് നിർമ്മിക്കാൻ പറ്റും. അത്ഭുതകരമായ കാര്യമാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഡോക്ടർ ഖുറാന. ഇത് വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ടണൽസ് വഴി റോഡ്സും റെയിൽവേ ട്രാക്സും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അയ്യോ, ഈ യോയോ ഫാന്റാസ്റ്റിക് ഇൻവെൻഷൻ തന്നെയാ. പക്ഷേ അത് തെറ്റായ കൈകളിൽ ചെന്ന് പെട്ടാലുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കുരുത്തം കെട്ടവൻ ടോട്ടൽ ലോകത്തിനെയും ടണലാക്കി കളഞ്ഞാലോ. ചെമ്പോണ്ണ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ യോയോ തെറ്റായ കയ്യിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പവർഫുൾ ഡിവൈസിൽ നിന്ന് പവർഫുൾ വെപ്പണായി മാറും. അതുകൊണ്ട് നാളെ ഞാൻ ഈ യോയോയെ എന്റെ ഹൈ സെക്യൂരിറ്റി ലാബ്, അത് സൺസിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇരിക്കുന്നത്, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമേ എനിക്ക് സെക്യൂരിറ്റി ആവശ്യമുണ്ട്. പറക്കുന്നത് ഈച്ചയായാലും കോക്രോച്ച് ആയാലും വരെ ഒറ്റത്തട്ടുന്ന് ഞങ്ങൾ കൊന്നിരിക്കും. സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, അതായത് നാളെ വരെ ഈ യോയോയെ ഉണ്ടല്ലോ സൺ സിറ്റിയുടെ സേഫ് പോലീസ് കസ്റ്റഡിയിൽ വെക്കാമെന്നാ ഉദ്ദേശിക്കുന്നത്. പോലീസ് സെക്യൂരിറ്റി കൊടുക്കാൻ വിചാരിക്കുന്നു. അതേതായാലും ശരിയാണ്. ശരി, ഞാൻ ചെന്ന് അതവിടെ കൊണ്ടുപോയി വെച്ചേക്കാം. ഇത് സൺസിറ്റിയുടെ വളരെ സേഫായ ഒരു ലോക്കറാണ്. ഇവിടെ ആരെങ്കിലും ഇത്ര ഉയരത്തിൽ വന്നു ചേരുന്നത് പ്രയാസവുമാണ്, സാധ്യമല്ലാത്തതുമാണ്. കാരണം ലിഫ്റ്റും സ്റ്റെയർ കേസും രണ്ടും നമ്മൾ ക്ലോസ് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഓക്കെ മേയർ, ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഈ യോയോ ഇതിനകത്ത് തന്നെ വെച്ചേക്കാം. അയ്യോ, എല്ലാരും വായും പൊളിച്ച് മുകളിലോട്ടെന്നാ നോക്കി നിൽക്കുന്നേ. ആകാശത്തുനിന്ന് ലഡു അല്ലെങ്കിൽ പേട വന്ന് വീഴുന്ന് വിചാരിച്ചിരിക്കാണോ? ലഡു പേട വരുമോന്ന് അറിയില്ല, പക്ഷെ ഒരല്പം ബാലൻസ് മിസ്സായാൽ മാത്രം മതി. അപ്പതേ അയാള് തലയും കുത്തി താഴെ വീണ് ഇവിടെ വന്ന് ഫ്ലാറ്റ് ആയിട്ട് കിടക്കേണ്ടി വരും. അയാൾ ഇത്ര ഉയരത്തിൽ ചെന്ന് അവിടെ എന്തെടുക്കുകയാണ്? അയാൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അതിനെ ഒറ്റ വാക്കിൽ പറയണമെങ്കില് സ്റ്റാൻഡ്. പിന്നെ ഇവിടെ നടക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിന് 2 വാക്കിൽ പറയണമെങ്കില് ഫിലിം ഷൂട്ടിംഗ്. അയ്യോ, പക്ഷെ ക്യാമറ എവിടെയാ ഉള്ളത്? എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. ഷൂട്ടിങ്ങിൽ ക്യാമറമാൻ ഉണ്ട്, പക്ഷേ ഡയറക്ടർ എവിടെയാ? ഞാനാണ് ജാക്ക്, ഡയറക്ടർ കം ക്യാമറാമാന്റെ കോംബോ പാക്ക്. അതായത് ഈ ഫിലിമിന്റെ ഡയറക്ടർ ആൻഡ് ക്യാമറാമാൻ രണ്ടും ഞാൻ തന്നെയാണ്. ഓക്കേ, സൗണ്ട്, ക്യാമറ ആൻഡ് ആക്ഷൻ. എന്റെ അമ്മച്ചി, എനിക്കത് കാണുമ്പോ ഭയങ്കര ടെൻഷൻ ആവുന്നു. എന്താ ഇത്? എന്തായാലും ഒരല്പം കഴിച്ചോട്ടെ, വിശപ്പ് കുറഞ്ഞാൽ ടെൻഷൻ അങ്ങ് കുറയുന്നേ. റോപ്പ് മാൻ എല്ലാം തട്ടി തകർക്കും. ലോകത്തിൽ ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല.